ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന അവസ്ഥയിലാണ് ഇപ്പൊ ആദില വന്ന് നിൽക്കുന്നതെന്ന് പറയാതെ വയ്യ. ആദിലയുടെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ ബിഗ് ബോസിൽ ഇത്രയും പേഴ്സണൽ വൈരാഗ്യം വെച്ച് ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥി ഉണ്ടോ? ആ ലെവലിലാണ് ആദിലയുടെ ബിഗ് ബോസിൽ ഇടപെടലും കാര്യങ്ങളും. എന്തായാലും ഇന്നലത്തോടുകൂടി ആദിലന്റെ ചീട്ട് കീറി. സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലർക്കും അറിയാമല്ലോ. ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ തുടക്കം തൊട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇപ്പൊ നിലവിൽ ഷാനവാസും നെവിനും തമ്മിൽ ബിഗ് ബോസിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? എന്താണത്? ഷാനവാസിനോട് പലതരത്തിലും നെവിൻ മോശമായി പെരുമാറി, ലൈംഗിക ചുവയോട് കൂടി സമീപിച്ചു എന്നുള്ള ഒരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ അലിഗേഷൻ ഉന്നയിച്ചത് മറ്റാരുമല്ല, ആദില തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എലിമിനേഷന് വേണ്ടിയുള്ള നോമിനേഷന്റെ സമയത്താണ് ആദില ഈ സംഭവം ഉന്നയിക്കുന്നത്. അത് ഉന്നയിച്ചതിന് പിന്നിലുള്ള പ്രധാന കാരണം ആദിലയ്ക്ക് നെവിനോടുള്ള വൈരാഗ്യം തന്നെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു തരം പേഴ്സണൽ വൈരാഗ്യം. അങ്ങനെ ഒരു പേഴ്സണൽ വൈരാഗ്യം ഉണ്ടാകേണ്ട കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഒരിക്കൽ ഈ പറയുന്ന ആദിലയോടും നൂറയോടും നെവിൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലും, ഞാൻ നിങ്ങളെ രണ്ടുപേരും പിരിയിപ്പിക്കും, സെപ്പറേറ്റഡ് ആക്കും, ഞാൻ അങ്ങനെ ഇതുപോലൊരു കപ്പിൾസിനെ സെപ്പറേറ്റഡ് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഒരു സംസാരം നെവിൻ ആദിലയോടും നൂറയോടും സംസാരിച്ച സമയത്ത് രണ്ടുപേർക്കും നെവിനോട് ഭയങ്കര ദേഷ്യമായി. നെവിൻ ഒരു പക്ഷേ തമാശയെ പോലെ പറഞ്ഞതാകാം ഈ സംഭവം. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു തവണ നെവിൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ആദില കൈകൊട്ടി ചിരിച്ചതും ചാടി കളിച്ചതും ഒക്കെ നിങ്ങൾ അത് ഓർക്കുന്നുണ്ടാകും. എന്തായാലും ഇങ്ങനെ ഒരു വൈരാഗ്യം മനസ്സിൽ കിടന്നതോടെ പിന്നെ ആദിലയുടെ പദ്ധതി എന്താണെന്ന് വെച്ചാണെങ്കിൽ, എങ്ങനെയായാലും നെവിന്റെ പബ്ലിക്കിന് മുന്നിൽ മോശക്കാനായി ചിത്രീകരിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ആദില ചെയ്ത ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ്. അതായത് കണ്ണി കണ്ടവരോടൊക്കെ പറയുന്ന അതിൽ ചോദിച്ച് നടക്കാൻ തുടങ്ങി, നിങ്ങൾക്ക് ആർക്കെങ്കിലും നെവിന്റെ അടുത്തൊന്നും മോശ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഒരുവിധം എല്ലാവരും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ മറുപടി പറഞ്ഞു. പക്ഷെ പ്രവീണിനോടും അഭിലാഷിനോടും ചോദിച്ച സമയത്ത് എനിക്ക് അവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു മോശം ഫീൽ ചെയ്യുന്നുണ്ട്, അവൻ വല്ലാണ്ട് ക്ലോസ് ആയി ഇടപഴകുന്നുണ്ട്, അതെനിക്ക് അത്ര പിടിക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള മറുപടി പ്രവീണും അഭിലാഷും നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രവീണിനെയും അഭിലാഷിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും നെവിനെ തെറ്റിദ്ധരിച്ചതാണ്. അത് അവർ തന്നെ പിന്നീട് മാറ്റി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവീൺ തന്നെ ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതിനു ശേഷം 2 ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, തുടക്കത്തിൽ എനിക്ക് നെവിന്റെ പെരുമാറ്റം ഭയങ്കര മോശമായി തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്കത് മനസ്സിലായി അത് അവന്റെ ലവ് ലാംഗ്വേജ് ആണ് എന്നുള്ളത്. അതായത് അവൻ ആരോടെങ്കിലും ഒരു സ്നേഹം തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അവന് വല്ലാതെ ക്ലോസ് ആയി ഇടപെടും. ചിലപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. തുടക്കത്തിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു, പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായപ്പോൾ അതിനോട് ഞങ്ങൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി എന്നുള്ള രീതിയിൽ പ്രവീൺ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ രീതിയിൽ തന്നെ അഭിലാഷും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിന്റെ എല്ലാം ഇടയിൽ കൂടെ ആദിലിന്റെ വിവരശേഖരം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇരിക്കാൻ ഒരു കച്ചി തുരുമ്പെന്നോണം ഒരു സംഭവം ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറുന്നത്. എന്താണത്? നെവിൻ ആരോടും ചോദിക്കാതെ ഓരോരോ സംഭവങ്ങൾ അടുക്കളയിൽ നിന്ന് കട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. അങ്ങനെ ഒരു നെവിൻ എന്താക്കി, കിച്ചണിൽ വെച്ച് ആരോടും ചോദിക്കാതെ എല്ലാവരുടെ മുന്നിൽ വെച്ച് മല്ലിയിലെടുത്ത് കൊണ്ടുപോയി താൻ കഴിക്കുന്ന ഭക്ഷണത്തിലിട്ടു. അത് കണ്ട ഷാനവാസിനെ തീരെ അങ്ങ് പിടിച്ചില്ല. ഷാനവാസ് കയറി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അവർ തമ്മിൽ തർക്കമായി. ആ തർക്കത്തിനിടയിൽ നെവിന്റെ ഗ്ലാസ് പൊട്ടുകയും ചെയ്തു. ആ രംഗം നമ്മളെല്ലാരും കണ്ടതാണ് അല്ലേ. എന്തായാലും അതിനുശേഷം ആ വിഷമത്തിൽ ഷാനവാസ് ആദിലിന്റെ അടുത്ത് പോയി ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. പല തവണ അവൻ എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ട്, ലൈംഗിക ചുവയോട് കൂടെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്, എന്നോട് അടുത്തിടെ വൈകിയിട്ടുണ്ട്, ഞാൻ പല തവണ വാൻ ചെയ്തിട്ടും അവൻ അത് ആവർത്തിച്ചു എന്നുള്ള രീതിയിൽ ആദിലയോട് ഷാനവാസ് പറഞ്ഞു. ആദിലക്ക് അത് കേട്ടപ്പോ സന്തോഷമായി, കാരണം ഒരു കച്ചിത്തുരുമ്പ് വീണ് കിട്ടിയല്ലോ. അതോടെ ആദില തിരിച്ച് ഷാനവാസിനോട് ഒരു കാര്യം പറഞ്ഞു. ഇതേ കാര്യം എന്നോട് അഭിലാഷും അതുപോലെ പ്രവീണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രശ്നം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയാൻ പോവുകയാണ്, നിങ്ങൾ എന്റെ കൂടെ നിന്നോണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ കാര്യവും പറയും എന്നുള്ള രീതിയിൽ ആദില തിരിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോ ഷാനവാസിന് എന്ത് തോന്നി? ഒന്നിലധികം ആളുകൾക്ക് നെവിന്റെ അടുത്ത് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്തായാലും അഡ്രസ് ചെയ്യപ്പെടണം എന്നുള്ള രീതിയിൽ അതിന് സമ്മതം മൂളി. പിന്നെ സംഭവിച്ചെന്താണ്, ഈ പറയുന്ന ആദ്യം എലിമിനേഷനുള്ള നോമിനേഷന്റെ സമയത്ത് ഈ കാര്യങ്ങൾ എടുത്തിട്ട് നെവിന് പലയിടത്തും മോശമായി പെരുമാറിയിട്ടുണ്ട്, ഷാനവാസിന്റെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇതോടെ ഈ പ്രശ്നം കയറി കത്താൻ തുടങ്ങി. നെവിൻ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായിട്ട് മാറി അല്ലെ. ആദിലിന്റെ ഉദ്ദേശം അത് തന്നെയായിരുന്നു, നെവിൻ എല്ലാവരുടെ മുന്നിൽ മോശക്കാരനായി ചിത്രീകരിക്കണം എന്നുള്ളത്. അത് ഏറെക്കുറെ സക്സസ് ആവുകയും ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, തുടക്കത്തിൽ എപ്പോഴും ഒരു തമാശ പോലെ നെവിൻ പറഞ്ഞൊരു കാര്യത്തിന്റെ പേരിലാണ് ഇത്രയും വൈരാഗ്യം ആദില മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. പക്ഷെ എന്തൊക്കെയായാലും ആ വിജയം അധികകാലം നീണ്ടു നിന്നില്ല എന്നുള്ളതാണ്. അതിനിടക്കാണ് ബിഗ് ബോസിൽ ഗസ്റ്റ് ആയിട്ട് റിയാസ് കയറി വരുന്നത്. റിയാസ് ഗസ്റ്റ് ആയി കയറി വന്നതോടെ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. റിയാസ് വന്നതിന് ശേഷം പിന്നെ എന്താണ് സംഭവിച്ചത്? റിയാസിനടുത്ത് പോയി നെവിൻ തന്നെ വിഷമം പറയാൻ തുടങ്ങി. അതിനെ കുറിച്ച് ഓരോരുത്തരും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട്, ഞാൻ വലിയ ധർമ്മസങ്കടത്തിലാണെന്നുള്ള രീതിയിൽ. ഇത് കേട്ട് റിയാസ് എന്താക്കി, ഈ പറയുന്ന ആദിലയും നെവിനെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഒരു ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ആ ഡിസ്കഷൻ നടത്തുന്ന സംഭവം ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ല. പക്ഷെ അതിനെ കുറിച്ച് എല്ലാവരും കൂടിയിരിക്കുന്ന സമയത്ത് പിന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ രംഗം ഒന്ന് കാണിച്ചു തരാം. അതുവരെ സംസാരിക്കാത്ത കാര്യം പുതിയ ഗസ്റ്റ് റിയാസ് വന്നതിന് ശേഷം നെവിന്റെ സ്റ്റാൻഡ് അറിയാനും ആ സംഭവം വേറെ എക്സ്റ്റെൻഡിലേക്ക് പോയപ്പോഴാണ് അറിയാൻ ശ്രമിച്ചതും. ഓക്കെ, ആദിലിനെ കുറിച്ചാണ് ഇവിടെ പിന്നെ പറഞ്ഞത്. അതുവരെ നെവിനെ കേൾക്കാത്ത ഒരാള്, നെവിനെ അറിയാൻ ശ്രമിക്കാത്ത ഒരാള്
റിയാസ് വന്നതിന് ശേഷം അതിനുള്ള ശ്രമം നടത്തി എന്നുള്ളത്. വിച്ച് മീൻ ഈ പറയുന്ന ആദിലയും റിയാസും നെവിനും തമ്മിൽ എന്തൊക്കെയോ ഡിസ്കഷൻ നടന്നിട്ടുണ്ട് എന്നാണല്ലോ അതിന്റെ അർത്ഥം. പക്ഷെ അവർ തമ്മിൽ എന്താണ് ഡിസ്കസ് ചെയ്തത് എന്നുള്ളത് ബിഗ് ബോസ് പുറത്തു വിട്ടിട്ടില്ല. എന്തായാലും പിന്നെ ഈ കാര്യം സൂചിപ്പിക്കുന്ന സമയത്ത് അവിടുന്ന് ആദിലയും നെവിനും എഴുന്നേറ്റ് പോകുന്നുണ്ട് അല്ലെ, ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കേണ്ട എന്നുള്ള രീതി, വിച്ച് മീൻ പെട്ടു എന്നുള്ള അർത്ഥം. എന്തായാലും ഇവിടെ ഒരു ചോദ്യചിഹ്നമായി കിടക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും അല്ലേ ഈ പറയുന്ന റിയാസും ആദിലയും നെവിനും തമ്മിൽ ഡിസ്കസ് ചെയ്തത്? മോസ്റ്റ് പ്രോബബിൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന നെവിനാണെങ്കിലും ആദിലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ആൾക്കാരാണല്ലോ, മറ്റേ LGBT അഥവാ മഴവിൽ കമ്മ്യൂണിറ്റി. അപ്പൊ നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിൽക്കണം, നിങ്ങൾ തമ്മിൽ അടി കൂടാൻ പാടില്ല, അത് കമ്മ്യൂണിറ്റിയെ ബാധിക്കും എന്നുള്ള രീതിയിലായിരിക്കണം റിയാസ് രണ്ടുപേരോടും പറഞ്ഞത്. എന്തായാലും ഇതേ റിയാസ് തന്നെ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്ത് ഒരു കാര്യം നെവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കി. Just focus on what you're here for. Okay, love you guys. ഓക്കെ, കേട്ടല്ലോ. ജസ്റ്റ് ഫോക്കസ് ഓൺ വാട്ട് യു ഹിയർ ഫോർ എന്നുള്ളതാണ് ഇവിടെ റിയാസ് നെവിന്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തത്. എന്താണത്, ഇനി എന്ത് ആവശ്യത്തിനാണ് ഇങ്ങോട്ട് വന്നത് അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അല്ല മേ ബി ഇവരുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ആകാമെന്ന്. എന്തായാലും റിയാസ് പോയതിനു ശേഷം പിന്നെ കാണുന്ന കാഴ്ച എന്താണ്? അതുവരെ ബദ്ധവൈരികളായിട്ട് നടന്നിരുന്ന ആദിലയും നെവിനും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. ഇന്നലത്തെ എപ്പിസോഡിന്റെ തുടക്കം തന്നെ അതായിരുന്നു അല്ലേ. അതിൽ ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഞാൻ എന്താണെങ്കിലും ഒരാളെ വ്യക്തിഹത്യ ചെയ്യില്ല. ഇല്ല, ഞാന് ഒരു സാധനം തെളിയാതെ പറഞ്ഞതിൽ എനിക്ക് കുറ്റബോധം. അത് പറയാം, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്. തെറ്റ് പറഞ്ഞ തിരുത്തണോടായി കുറഞ്ഞു പോവേ. പറഞ്ഞു കേട്ടില്ലേ, ഞാൻ ഒരാളെ കുറിച്ചൊരു കാര്യം അറിയാതെ പറഞ്ഞാൽ എനിക്ക് കുറ്റബോധം ഉണ്ട് പോലും. എന്ത് കുറ്റബോധം? നിങ്ങൾ പേഴ്സണൽ വൈരാഗ്യത്തിന് പുറത്തല്ലേ ഇങ്ങനെ ഓരോന്ന് പറയാൻ ശ്രമിച്ചത് ആദില, എന്നിട്ടിപ്പോ കുറ്റബോധം ഉണ്ട് പോലും. എന്തായാലും ഇത് കഴിഞ്ഞ ആദില എല്ലാവരുടെ മുന്നിൽ വെച്ച് നെവിനോട് സോറി പറയുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്തായാലും ആരെങ്കിലും കണ്ടോക്കാം. ഷാനവാസും നെവിനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ അത് അവരുടെ രണ്ടുപേരുടെയും പ്രശ്നമായിരുന്നു. ഞാൻ പുള്ളിയുടെ അടുത്തൊന്നും വേറൊരാളുടെ അടുത്തൊന്നും കേട്ടത് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഹി ഈസ് സച്ച് എ പേഴ്സൺ. അവൻ തെറ്റുകാരനാണെങ്കിൽ അവനെ ഞാൻ ക്രൂശിക്കും, ഞാൻ പറഞ്ഞു. ഓഹോ, അപ്പൊ ആദില തന്നെ ഇവിടെ സമ്മതിച്ച് ഞാൻ അവിടെ ഇവിടെയും കേട്ട കാര്യങ്ങളാണ് നെവിനെ കുറിച്ച് ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് കൊണ്ട് അവസാനം സോറി പറയാൻ വന്നേക്കുന്നു. അല്ലെങ്കിലും ഈ പറയുന്ന ഷാനവാസിന്റെ അനുഭവങ്ങളും അഭിലാഷിന്റെ അനുഭവങ്ങളും പ്രവീണിന്റെ അനുഭവങ്ങളും അഡ്രസ് ചെയ്യാൻ ഈ പറയുന്ന ആദിലാരാ? അവർക്ക് എന്തെങ്കിലും നെവിന്റെ അടുത്തൊന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടത് അവരാണ്, അല്ലാണ്ട് ആദിലല്ല. അതിലാണ് ആദില ഇത് ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത്. ആദിലേക്ക് എന്തെങ്കിലും നെവിന്റെ അടുത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയും, അതിന് തെറ്റില്ല. പക്ഷെ ഈ പറയുന്ന ഷാനവാസിന്റെയും പ്രവീണിന്റെയും അഭിയുടെയും കാര്യം ആദിൽ ഇതിനെ തുറന്നു പറയാൻ പോയി. അതുകൊണ്ടാണെങ്കിൽ തിരുത്തി പറയേണ്ടി വന്നത്. എന്തായാലും ഇതോടുകൂടി ആദിലിന്റെ ഡബിൾ സ്റ്റാൻഡ് എക്സ്പോസ്ഡ് ആയി. ഇനി ഇത് കഴിഞ്ഞ് പിന്നെ ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. നമ്മൾ അന്ന് കണ്ടോക്കാം. ഇത് ഇങ്ങനെ ഒരു സെൻസിറ്റീവ് ടോപ്പിക് ആണ്. ഇത് ഇത്രയും പബ്ലിക്കായിട്ട് പറയണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ അതിനും പല റീസൺസ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ആർക്കും ഇന്ററപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് റീസൺ വേറെ ഒന്നുമല്ല, നെവിനോടുള്ള പേഴ്സണൽ വൈരാഗ്യം. ഇപ്പൊ അത് മാറിയപ്പോ ആള് തിരിച്ചു പറയാൻ തുടങ്ങി. നെവിൻ പാവപ്പെട്ടവനായി മാറി എല്ലാവരുടെ മുന്നിൽ. ഇതാണ് ആദിലിന്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവൾക്ക് മറ്റുള്ളവരോട് തോന്നുന്ന പേഴ്സണൽ വൈരാഗ്യം വെച്ചാണ് ഇവിടെ ആളുകൾ അളക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവം. എന്തായാലും ആദിലിന്റെ ക്യാരക്ടർ ഇതോടുകൂടി എക്സ്പോസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആദിലേക്ക് ആരോടെങ്കിലും ഒരു പേഴ്സണൽ വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാണെങ്കിൽ അതൊരു ചെറിയ കാര്യത്തിലാണെങ്കിൽ കൂടിയും ആ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ്. അതിപ്പോ കൃത്യമായിട്ട് തെളിഞ്ഞല്ലോ. ഇനി ഇത് കഴിഞ്ഞ അനുമോൾ ആദിലെ കുറിച്ച് ഒരു പോയിന്റ് പറഞ്ഞു വെക്കുന്നുണ്ട്. അന്ന് കേട്ടു നോക്കി. അതിൽ ഒത്തിരി തവണ ബാക്കി നടന്നും പല സ്ഥലത്ത് ഇരുന്ന് എന്നോട് ചോദിച്ചു, നിനക്ക് തോന്നിയിട്ടില്ലേ നീ ഇങ്ങനെ ഇവൻ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്ന കാണുമ്പോൾ നിനക്ക് തോന്നിയിട്ടില്ല? ഡാൻസ് മാത്രമല്ല ആണുങ്ങളെ ഹഗ് ചെയ്യുന്നതാണെങ്കിലും കണ്ടിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എനിക്കൊന്നും കേട്ടല്ലോ. അനുമോളോടക്കം പലരോടും ആദിലെ ഇങ്ങനെ ചോദിച്ചു നടന്നിട്ടുണ്ട്. നെവിന്റെ അടുത്ത് എന്തെങ്കിലും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ 1-2 പേര് അങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞപ്പോ അവൾ അത് മുതലാക്കാൻ നോക്കി. ഇപ്പൊ അത് അവൾ തിരുത്തി പറയാനും തുടങ്ങി. എന്തായാലും റിയാസിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. റിയാസ് ഖാൻ ഇപ്പോൾ ഒരാൾ എക്സ്പോസ്ഡ് ആയല്ലോ, നല്ല കാര്യം. ഇനി ഇതേ ആദിലിനെ കുറിച്ച് പുറത്തായ ശാരിക്ക് ഇന്നലെ സിജോന്റെ ചാനലിൽ വന്നൊരു കാര്യം പറയുന്നുണ്ട്. നമ്മൾ കേട്ടോക്കാം. അതായത് ഈ ആദിലയുടെ കേസ് ഞാൻ അവിടുത്തെ ഒരു കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഈ സിജോ പറഞ്ഞ കേസ് തന്നെ വളരെ റെസ്പെക്ടോട് കൂടി, വളരെ ആസ് എ പേഴ്സൺ എന്ന നിലയിലും അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി റെപ്രസെന്റേറ്റീവ്സ് ലെസ്ബിയൻ കപ്പിൾ എന്ന നിലയിൽ ഞാൻ ഭയങ്കര റെസ്പെക്ട് ചെയ്തിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു. പക്ഷേ അവിടെ ഇപ്പൊ ആ ഒരു റെസ്പെക്ട് എനിക്ക് എസ്പെഷ്യലി ആദിലയോട് ഇല്ല. ബിക്കോസ് നൂറയെ സംബന്ധിച്ചിടത്തോളം ഷീസ് അതർ എൻറ്റിറ്റി ആണ്. അവരൊരു ക്ലാസി ആയിട്ടുള്ള ലേഡിയാണ്. കുറച്ചുകൂടെ ഒരു മര്യാദ, കുറച്ചുകൂടെ കൾച്ചർ അവർക്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആദില ഗെയിം കളിക്കാൻ ഏതറ്റം വരെയും പോകും. എന്ത് കളിയും അവിടെ ആദില കളിക്കും. അത് ആദിലയുടെ നേച്ചറാണ്. എനിക്കാണ് ഏറ്റവും നന്നായിട്ട് ഫീൽ ചെയ്തത്. എന്തിനാണ് അവൾ എന്നെ സ്റ്റാബ് ചെയ്യുന്നത് എനിക്കൊരിക്കലും മനസ്സിലായിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോഴൊക്കെ ഞാനത് ചിന്തിച്ചിട്ടുണ്ട്, എന്തിനായിരിക്കാം അവൾ എന്തിനോ പേടിക്കുന്നു, അല്ലെങ്കിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ആദില പേടിക്കുന്നു. അതിനുള്ളൊരു മറയായിട്ടാണ് അതിൽ എന്നെ പലപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ആദിലയുടെ വാക്കുകൾ, ഇപ്പോൾ ആദില അത്ര കൾച്ചർഡ് വുമൺ ആണെന്ന് ഞാൻ കാരണം അവർ വളർന്നതും പഠിച്ചതും ഒക്കെ പുറത്തായിരുന്നിട്ടും എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും നമ്മുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിങ് ഉണ്ടല്ലോ, നമ്മൾ ഇത്ര ലെവലേ നമുക്ക് തടയാൻ പറ്റുള്ളൂ എന്ന്. അതിനപ്പുറം കടന്നു പോകാൻ അതിലേക്ക് പറ്റുമെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് അറിഞ്ഞു എന്നുകൊണ്ടാണോ എന്നറിയില്ല, അവൾ എപ്പോഴും എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തുകൊണ്ടിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ അതായത് ഇപ്പോ ഈ കർമ്മ വിൽ ബി ബാക്ക് എന്ന് പറയത്തില്ലേ, ഇപ്പൊ അതിൽ അനുഭവിക്കുന്ന കാരണം കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു എന്ന്. കാരണം നമ്മളവിടെ സന്തോഷമുണ്ട്. ബിക്കോസ് വേറെ ഒന്നും കൊണ്ടല്ല, തീർച്ചയായിട്ടും ഞാൻ നിലപാട് പറയുന്നില്ല. ഞാൻ സന്തോഷിക്കുന്നതിന്റെ കാരണം വേറൊന്നുമല്ല. ഇവള് പലവട്ടം എന്നെ അവിടെ 2 വളത്തിൽ ചവിട്ടിയെന്നും ഞാൻ
എന്തിനും നിറമാറുന്ന സ്വഭാവമുള്ളവളാണെന്നും ഞാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടും എന്നെ അവിടെ കരിവാരി തേക്കാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ് ഈ ആദിലാണ് അതിന് ചുക്കാൻ പിടിച്ചത്. ശാരി അവിടെ ഇറങ്ങി പോയ സമയത്ത് പോലും ആദിലെടുത്തൊരു ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് നമുക്ക് വിസിബിൾ ആയിരുന്നു. ലാലേട്ടൻ നിർബന്ധിപ്പിച്ചാണ് എന്നെ കൊണ്ടാ തൊപ്പി, ഞാൻ ആഗ്രഹിച്ചിരുന്ന തൊപ്പി ഞാൻ വെക്കാതെ അക്ബർ അത് മേടിച്ചപ്പോൾ ലാലേട്ടൻ നിർബന്ധിച്ചു പറഞ്ഞു ഷാരി ആഗ്രഹിക്കുന്ന അക്ബറിന് കൊടുക്കാനല്ല, താൻ ആർക്കാണ് KB ആഗ്രഹിച്ചത് KB അത് വെച്ചിട്ട് പോയാൽ മതി എന്ന് ലാലേട്ടൻ പറഞ്ഞു. സോ ആദില ഇനിയിപ്പോ പുറത്തിറങ്ങിയതിന്റെ പേരിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാലും എനിക്കിത് പ്രശ്നമല്ല. ഇത് ഞാൻ എന്റെ ചാനലിലും പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇത് ഇന്നത്തെ എപ്പിസോഡ് കൂടെ കണ്ടപ്പോൾ ഞാൻ സന്തോഷിച്ചു. ബിക്കോസ് ഞാനൊരു തെറ്റും ചെയ്യാഞ്ഞിട്ടും അവളാണ് എനിക്ക് അവിടെ ഓംതിന്റെ പേര് ഇട്ട് കൊണ്ടുവന്നത്. ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവളാക്കി അവളാണ് പറയിപ്പിച്ചത്. ഞാൻ എന്ത് ഡബിൾ സ്റ്റാൻഡ് കളിച്ചെന്ന് എനിക്കിന്നും അന്നും അറിയില്ല. ഞാൻ അന്തസ്സായിട്ട് ഗെയിം കളിച്ച് അന്തസ്സായിട്ട് എവിക്റ്റായി വന്നൊരു വ്യക്തിയാണ്. എന്തായാലും ആ അന്തസ് ആദിലേക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ അതിൽ ഇന്നിപ്പോ അവിടെ കാണിച്ച നെവിനെതിരെ ഉണ്ടാക്കിയ ആരോപണങ്ങൾ ഇത്രയും വഷളാക്കിയത് അതിൽ ഒരൊറ്റ ഒരാളാണ്. അത് ബിന്നിയാണ് സത്യം പറഞ്ഞാൽ പൊളിച്ചടിക്കും. ഇന്ന് ബിന്നി ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ശാരികക്ക് ആദിലിനെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും മൊത്തത്തിൽ ആദിൽ മൂഞ്ചി തെറ്റിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഏകദേശം ആദിലിന്റെ കാര്യം തീരുമാനമായി. ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ ആദിൽ പുറത്താകും. എന്തായാലും ആദിലിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നുള്ളത് ഏകദേശം നൂറൊക്കെ മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നൂറ് അത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ രാത്രി ഒരു ഇരുത്തിയിരിക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. പാവലെ, എന്തായാലും ആദിലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി കിട്ടി. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ന് ലാലേട്ടൻ വരുമ്പോൾ അറിയാം. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.